നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ആശ്വാസ വാർത്ത വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യത്തിനെതിരെ നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷം മാത്രമേ തീരുമാനം പറയുകയുള്ളൂ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിനാണ് മുട്ടൻ പണി കോടതിയിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. എന്തായാലും പത്തനംതിട്ടയിൽ നിന്ന് പുറത്തേക്ക് പോകരുത് എന്ന നമ്മുടെ ഈ ഒരു കേസ് അന്വേഷണം നടത്തുന്ന പൂങ്കുഴലി രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നൊരു വാർത്ത വന്നിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടം ഇത് പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. രാഹുൽ എങ്ങോട്ട് തിരിഞ്ഞാലും പിന്നാലെ പായുകയാണ് SIT സംഘം. ഇപ്പോൾ ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് രാഹുലിന്റെ സ്വന്തം സ്കൂട്ടറിൽ ഇരുചക്ര വാഹനത്തിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീടിന് പുറത്തേക്ക് ഇറങ്ങിയതും പോലീസ് സംഘം ആദ്യം ഒന്ന് ഭയന്നു. SIT ടീം അലേർട്ടായി നോക്കിയപ്പോൾ അവർ വിചാരിച്ചത് എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ പിന്നാലെ അവരൊന്നും മൈൻഡ് ചെയ്യാതെ പൊടുന്നത് തന്നെ വണ്ടിയുടെ സ്പീഡ് കൂട്ടി രാഹുൽ അങ്ങനെ ഇറങ്ങുകയാണ്. ഇറങ്ങി ചെന്നത് മറ്റൊരിടത്തുമല്ല, ക്ഷേത്ര ദർശനം നടത്താനാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിന് ഒരു ക്ഷേത്ര ദർശനം നടത്താൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു സ്ഥിതിഗതി ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോകുന്നു. പിന്നാലെ തന്നെ SIT സംഘമുണ്ട്. അങ്ങനെ ഹോൺ അടിച്ച് SIT സംഘം ചോദിക്കുന്നു, എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. പറയുന്നത് ഞാൻ ക്ഷേത്രം വരെ പോകുന്നു സാറേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ വിശ്വസിച്ചില്ല. പിന്നാലെ തന്നെ പോയി രാഹുൽ മാങ്കൂട്ടം ക്ഷേത്ര ദർശനം നടത്തി. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സംസാരിച്ച് വരിനീളെ രാഹുലിന് കൈ കാണിക്കാൻ നിരവധി ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു MLA എന്ന നിലയിൽ കൈ കാണിക്കാൻ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തി നെറ്റിയിൽ സിന്ദൂരവും പ്രസാദവും ഒക്കെ ആയിട്ട് ചന്ദനക്കുറിയും ഒക്കെ ആയിട്ട് തിരികെ വീട്ടിലേക്ക് വന്നു. പിന്നീട് വീണ്ടും അതേ വഴിയിൽ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വട്ടം കറക്കിയേക്കാം SIT എന്ന് ഓർത്തിട്ടാവണം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒന്ന് വണ്ടിയൊക്കെ ഓടിച്ചു തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകരോട് മാധ്യമപ്രവർത്തകരെ കാണിച്ചപ്പോൾ മൈക്കിലൂടെ സംസാരിക്കാൻ തൽക്കാലം ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുന്നില്ല. അത് ഞാൻ കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ എന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. തൽക്കാലം ഞാൻ ഇപ്പോൾ ഒന്നിനെ കുറിച്ച് സംസാരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അനൌദ്യോഗികമായിട്ടാണ് പറഞ്ഞത്, ഞാൻ ക്ഷേത്രം വരെ പോയി വന്നതാണ്, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ പത്തനംതിട്ടയിൽ രാഹുലിന്റെ വീടിന് മുന്നിലുള്ള മാധ്യമ പ്രവർത്തകരോടൊക്കെ തന്നെ കുത്തിച്ചോദ്യവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്ന രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ നോക്കി SIT സംഘം ഉണ്ടായിരുന്നു. നിനക്ക് എവിടെയെങ്കിലും അടങ്ങി ഇരുന്നൂടേടാ എന്നൊരു ചോദ്യം SIT സംഘം അറിയാതെ രാഹുലിനോടും ചോദിക്കണം, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ എന്നുള്ള രീതിയിലാണ്. എന്തായാലും SIT സംഘത്തെ ഒന്ന് കളിപ്പിക്കാനാണെന്ന് തോന്നുന്നു. രാഹുൽ അങ്ങനെ ഒക്കെ തന്നെ ചെറിയ വെടിപൊട്ടിക്കലൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ SIT പേടിച്ചു എന്ന് വേണം പറയാൻ. എന്നാൽ തിരിച്ച് രാഹുൽ ഇതേ വണ്ടിയിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനി ഡൽഹിയിലേക്ക് നോക്കാം. ഡൽഹിയിൽ അവിടെ ഷാഫി പറമ്പിൽ അടക്കമുള്ള സംഘം പോറ്റിയെ കേറ്റിയെ ഈ പാട്ടും പാടി നിൽക്കുകയാണ്. അങ്ങ് ഡൽഹി വരെ എത്തിച്ചിരിക്കുകയാണ് ഈ പാട്ട്. പൊട്ടിച്ചിരിച്ച് ഷാഫിക്ക് ആ പാട്ട് പാടാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതായത് ഇത്രയും ഒത്തൊരുമയോടുകൂടി കോൺഗ്രസ് ജനഗണമന പോലും പറയാറില്ല, അല്ലെങ്കിൽ അതുപോലും നേരെ ചൊല്ലാത്ത ടീമാണ് ഇപ്പോൾ ഈ ഒരു പാട്ട് വളരെ കൃത്യമായി വളരെ വ്യക്തമായി ഒരു ടീം സ്പിരിറ്റോട് കൂടി ഒരു ഗാനം ആലപിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനിട്ടുള്ള കൊട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസവും സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ച് ജനങ്ങൾ ഇമാതിരി വാർത്തകൾക്കൊക്കെ തന്നെ അല്ലെങ്കിൽ ഇമാതിരി കേസുകൾക്കൊന്നും തന്നെ പ്രത്യേകിച്ച് ചെവി കൊടുക്കാറില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നുള്ള ചോദ്യമാണ് നൽകിയത്. എവിടെ തെളിവുകൾ, എവിടെ നടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്നാലും ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് അല്പസമയത്തിനകം പരിഗണിക്കും. എന്തായിരിക്കും ഹൈക്കോടതിയുടെ വിധി എന്നുള്ളത് നമുക്ക് കണ്ടിരുന്നു കാണാം.